കാശുകൾ വരും പോവും. അത് കണ്ട് കണ്ണുകൾ മഞ്ഞളിക്കരുത്. കൊറേ വലിച്ചു വാരി ഉണ്ടാക്കിയിരിക്കല്ലേ, ആർക്കനുഭവിക്കാൻ? ആവശ്യക്കാരന് ദൈവം കൊടുക്കില്ല മേഡം. നോക്ക്, നീ മര്യാദക്ക് നിന്നാ നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ തരും. ഒരു ഡ്രൈവറോട് കാണിക്കുന്ന സ്നേഹം പോലും ചേച്ചിക്ക് കൂടപ്പറപ്പിനോടില്ല. ആദ്യം നീ മേലനങ്ങി അധ്വാനിക്കാൻ പഠിയടാ. നിന്റെ കയ്യിരിപ്പ് കാരണം പള്ളിക്കൂടത്തിന്നോ പുറത്തായി. അതായത് ആരാന്തോ ആരാണ് നന്ദന? ഞാനല്ല, ഞാൻ മണികണ്ഠൻ. ആമ്പിളരെ പോലെ നിക്കാൻ പറഞ്ഞ ഇതാണ് ഞാൻ തന്നെ. ഞാൻ സിംഗ് പറഞ്ഞിട്ട് വന്നു. നമ്മളെ സിംഗിന് സുഖങ്ങളി തന്നെ. എത്രയുണ്ട്? 2 കോടി. ചേച്ചി ഞാൻ അയ്യോ വേണ്ട മക്കളെ, ഈ പെട്ടി എടുക്കാനുള്ള ശക്തിയൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. നീ അങ്ങോട്ട് മാറിയിടാ അങ്ങോട്ട്. ഓ എന്റെ ഒരു സഹായം. എടാ വാസു, നമുക്ക് ആ സൂട്ട് കേസ് പൊക്കാം. അത് അവര് പൊക്കിക്കൊണ്ട് പോയില്ലേ? അതല്ല, ചേച്ചി കൊണ്ടുപോയി വെക്കുന്നിടത്ത് നമുക്ക് പൊക്കാം. അടിച്ചു മാറ്റാൻ നന്ദികേട് കാണിക്കരുത്. എന്ത് നന്ദികേട്? എടാ മണ്ട, 2 കോടി രൂപയാണ്. 1 കോടി നിനക്കും 1 കോടി എനിക്കും. കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതും ഇതും പറഞ്ഞ് എന്റെ മനസ്സിളക്കരുത്. മനസ്സിളകണം. കള്ളപ്പണമായതുകൊണ്ട് ആരും പുറത്തു പറയത്തില്ല. അതൊക്കെ ശരിയാ, എന്നാലും ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റി. പേടിക്കണ്ട, ആരും അറിഞ്ഞിട്ടില്ല. വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണ്, പക്ഷെ ഇത് ശരിയാണോ? ശരി തെറ്റ കാലം വെക്കേണ്ട സമയമല്ലേ ഇത്. അളിയൻ ചെയ്യണൊക്കെ ശരിയാണോ? ശരിയില്ല. ഗ്യാസിനൊക്കെ ക്ഷാമോ? വിറകായിരുന്നു നല്ലത്. എന്തായാലും വിഭൂതി വെച്ച് വേവിക്കുന്നു. കുറച്ച് പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് ഡാൽ ഫ്രൈ ആക്കി അങ്ങ് വിഴുക്ക്. തക്കാളി പരിപ്പിനും തക്കാളിക്കൊക്കെ എന്താ വില എന്നറിയാവൂ? നല്ല പരുവത്തിലായി കഴിയുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഡോബർമാനും റോഡ് വീലേഴ്സിനും ഒക്കെ കൊടുക്കാം. അവരൊക്കെ ആരാ? ചേട്ടന്റെ അളിയന്മാരാണോ? അല്ലടോ, അതൊക്കെ ഇവിടുത്തെ പട്ടികളാ. അയ്യോ, പട്ടികളോ? അപ്പൊ പുറത്തിറങ്ങിയാലും രക്ഷയില്ലേ. ഒരു കടിയുടെ ഓർമ്മ ഉണങ്ങി വരുന്നേ ഉള്ളൂ. ആസനം എന്ത് തുടങ്ങി? തീയണക്കടാ പാചകക്കാരെ. നിന്റെ അവിടുന്ന് എന്ത് തുടങ്ങേണ്ടത്? ശരി, നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ആദ്യം തീയോ നനക്കി. വില്ലന്മാര് സാധാരണ ഐസില കടത്താറ് പതിവ്. ആഗോളതാപനം മൂലം ഐസ് മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കട്ടിപ്പരുവത്തിൽ കിട്ടുന്നില്ല. കുറച്ച് ലൂസ് പരുവത്തിലായാലും വേണ്ടില്ല, കുറച്ചിനകത്തോട്ട് ഒഴുക്കി. എന്നിട്ട് തീയാണെങ്കിൽ സീനിയറെ അണയ്ക്കാം. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. പാറ പോലുള്ള ഉറപ്പ് തരാം. ഈ അവസ്ഥയിൽ ആരും തന്നു മൊഴിഞ്ഞാട്ടെ.